ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് ഐറ്റം തന്നെയാണ്, പിസ്സ. ഓവണൊന്നും ഇല്ലാണ്ട് നമുക്ക് പിസ്സ നല്ല എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. ഞാനത് ഉണ്ടാക്കുന്നത് ഫ്രൈ പാൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കിതിന് ഇൻഗ്രീഡിയൻസ് അറിയുന്നതായിട്ട് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടി അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം പോയി നമ്മുടെ പിസ്സ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിസ്സയുടെ ഡോ ആണ്. അപ്പോൾ പിസ്സയുടെ ഡോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൈദ, ഉപ്പ്, വെള്ളം, പിന്നെ ഇത് ഈസ്റ്റ് ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആക്ടിവേഷന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാനൊരു ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് പിസ്സ ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഡോ കുഴച്ച് വയ്ക്കാം. നമുക്ക് ഈ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് വെച്ചായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കാം. നമ്മളെ പിസ്സ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് ഇത് പൊന്തി വരുള്ളൂ. ഈസ്റ്റ് ഇട്ട കാരണം കൊണ്ട് ഇതൊന്ന് ഡബിൾ സൈസായിട്ട് വരണം. അപ്പോൾ നമുക്കിതൊരു 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചിക്കൻ മാരിനേഷനാണ്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ചിക്കൻ കുഞ്ഞ് ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില്ലി പൗഡർ, സോൾട്ട്, ഓയിൽ, സോയാ സോസ്. ഇത്ര ഐറ്റംസാണ് നമുക്ക് ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ചില്ലി പൗഡർ, സോൾട്ട്, കുറച്ച് സോയാ സോസ്. സോയാ സോസൊക്കെ 1 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇനി നന്നായി മിക്സ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസാണ്. ഇതൊരു ഇൻസ്റ്റൻറ്റ് സോസാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സോസാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കെച്ചപ്പ്, ഗാർലിക്ക്, ചില്ലി ഫ്ലേക്സ്, പിന്നെ വേണ്ടത് ഒറിഗാനോ. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. ഇതൊരു ഇറ്റാലിയൻ സീസണിങ് ആണ് ഒറിഗാനോ. പിന്നെ ഒരു പിഞ്ച് സോൾട്ട്. സോസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിലോട്ട് ഗാർലിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക്ക് ആയി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്. നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. പിഞ്ച് സോൾട്ട്, വളരെ പിഞ്ചായിട്ട് വേണ്ടുള്ളൂ, കാരണം കെച്ചപ്പിലും അത്യാവശ്യം കുറച്ച്. നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒറിഗാനോ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞത് ഇതാണ്, ഒറിഗാനോ ആണ്. നമ്മുടെ പിസ്സയുടെ സോസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് സോസാണ്. നമ്മളെ സോസ് ഇവിടെ റെഡി. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണിത്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മളെ പിസ്സക്ക് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളെ പിസ്സ അസംബ്ലി. അപ്പോൾ നമ്മളെ ഡോ നമ്മൾ റൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായി റൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ഒന്ന് നീഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിനെ 2 പാർട്ടായിട്ട് കട്ട് ചെയ്യാം. ഞാനിത് 2 പാർട്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഒരു പിസ്സക്കുടെ. ഞാൻ എടുത്ത അളവിന് നമുക്ക് 2 പിസ്സ വരെ ഉണ്ടാക്കാം.
കുഞ്ഞ് പിസ്സ ആണെങ്കിൽ ഒരു 3 പിസ്സ വരെയൊക്കെ പോകും. അപ്പോൾ ഞാൻ അടുത്തതിൽ ഞാൻ 2 പിസ്സേനോട് ഉണ്ടാക്കണം. അതിലത്തെ ഒരു പിസ്സയുടെ പിസ്സ ഉണ്ടാക്കാനുള്ള ഒരു ഡോ ഞാൻ അതവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാൻ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. ആ പാനിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് പിസ്സ ആയിക്കഴിഞ്ഞാൽ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ഡോ ഇതിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. നല്ല തിന്നായിട്ടുള്ള ക്രസ്റ്റാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇതാ പരത്തി എടുത്തിട്ടുണ്ട് പിസ്സ. ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒരേ ലെവലിലായിട്ട് ഇങ്ങനെ പരത്തി എടുത്തിരിക്കുന്നത്. നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെങ്ങനെ ഒന്ന് ഹോൾ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഇത് ഹോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ സോസ്, പിസ്സ സോസ് ഇനി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ടോപ്പിങ്സ് ആണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഞാൻ എടുത്തിട്ടുള്ള ടോപ്പിങ്സ് ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുത്ത ടോപ്പിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണിയൻ, ചിക്കൻ, ടൊമാറ്റോ, ഒലീവ്സ്. ടൊമാറ്റോ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സീഡ് കളഞ്ഞിട്ട് വേണം ടൊമാറ്റോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത്ര ഐറ്റംസാണ് ഞാൻ ടോപ്പിങ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് നമുക്ക് മെയിനായിട്ട് വേണ്ടൊരു സംഭവമാണ് ചീസ്. മൊസറല്ല ചീസാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പിസ്സയുടെ. അതേമാതിരി തന്നെ സോസും, പിന്നെ നമ്മളെ ഇറ്റാലിയൻ സീസണിങ് ആയ ഒറിഗാനോ. ഇത്രയും ഐറ്റംസാണ് നമുക്കൊരു പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ടോപ്പിംഗ് ചെയ്യാം. നമുക്ക് ആദ്യം സോസ് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലേക്ക് നമുക്ക് നമ്മളെ ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മളെ സവോള, ടൊമാറ്റോ, ഒറിഗാനോ. സ്റ്റൗ ഗ്യാസ് ഓൺ ചെയ്യാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനൊന്ന് ഒരു 10 to 15 മിനിറ്റ്സ് ഉള്ളിൽ റെഡിയാവും. അങ്ങനെ നമ്മളെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് നല്ല ക്രിസ്പായിട്ടാണ് ഇതിരിക്കുന്നത്. നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മളെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പായിട്ട് നല്ല തിൻ ക്രസ്റ്റ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ. താങ്ക് യു.